ഏറെ വാഗ്വാദങ്ങൾ നിറഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ തലസ്ഥാനത്തുടനീളം സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതിൽ ബി.ജെ.പി, കോൺഗ്രസ് എന്നീ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ ആവേശത്തിലായിരുന്നു. ആദ്യ സൂചനകൾ പുറത്തു വന്നപ്പോൾ മുന്നിൽ ബി.ജെ.പി തന്നെ. ഇപ്പോഴും അങ്ങനെ തന്നെ. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാഴ്ച എന്നാൽ സ്വന്തം മണ്ഡലത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും മുഖ്യമന്ത്രി അതിശയ്ക്കാകുന്നില്ല എന്നതാണ്. കെജ്രിവാൾ രാജിവെച്ച് കീഴടങ്ങിയ ശേഷം മുഖ്യമന്ത്രി ആയപ്പോഴും തലസ്ഥാനം അവളുടെ കയ്യിൽ ഭദ്രമെന്ന് കരുതിയ ജനങ്ങൾക്ക് തെറ്റി എന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നിട്ടും അതിശയ്ക്ക് കരകയറാൻ കഴിഞ്ഞില്ല. 2015-ലും 2020-ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി 27 വർഷത്തിന് ശേഷം ബി.ജെ.പി തലസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. കൽക്കാജി സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന അതിഷി ബി.ജെ.പിയുടെ രമേശ് ബിധുരിയേക്കാൾ ഒരുപാട് പിന്നിലാണ്. ബിധുരി ഒരു മുതിർന്ന ബി.ജെ.പി നേതാവാണ്. സൗത്ത് ഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്നും 2 തവണ പാർലമെന്റ് അംഗമായിരുന്നു അദ്ദേഹം. 3 തവണ ഡൽഹി MLA-യും ആയിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രമേശ് ബിധുരി അതിഷിയെ ഒരു മാനിനോട് ഉപമിച്ച് നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കരഞ്ഞു കാണിച്ചിട്ടും ഡൽഹിയുടെ മനസ്സ് അലിഞ്ഞില്ല എന്ന് തന്നെ പറയാം. 2020-ലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 55,897 വോട്ടുകൾ നേടിയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ അതിഷി മർലീന കൽക്കാജി സീറ്റ് നേടിയെടുത്തത്. 44,504 വോട്ടുകൾ നേടിയ ഭാരതീയ ജനതാ പാർട്ടി നേതാവ് ധർമ്മവീറിനെ പരാജയപ്പെടുത്തിയാണ് അവർ വോട്ടെടുപ്പിൽ വിജയിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശിവാനി ചോപ്രയ്ക്ക് 4,965 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. കെജ്രിവാളിനോടുള്ള അമിത ആരാധനയാണ് ഒരുപക്ഷെ അതിഷിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് തന്നെ പറയാം. കെജ്രിവാളിനോടുള്ള വെറുപ്പ് ജനങ്ങൾക്ക് അതിഷിയിലേക്ക് പകരുകയായിരുന്നു. കെജ്രിവാളിന്റെ ഭൂരിപക്ഷം കുറയുന്നതും അതിഷിയുടെ ഉയരാത്തതിനും കാരണഭൂതൻ കെജ്രിവാൾ എന്ന് തന്നെ ഉറപ്പിക്കുന്ന റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.